ആപ്പിൾ ട്രോണിക്സിൻ്റെ മറ്റൊരു സർവീസ് റിലേറ്റഡ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ മാക്ബുക്കിൻ്റെ ഡാറ്റ റിക്കവറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർവീസ് പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ്. മാക്ബുക്ക് 2016, 2017 മോഡലുകളായ A1706, A1707 ആദ്യമായിട്ട് മാക്ബുക്ക് ടച്ച് ബാർ അവതരിപ്പിച്ചിട്ടുള്ള A1706, A1707 ഈ മോഡലുകളിൽ മദർ ബോർഡിൽ ഇൻ്റഗ്രേറ്റഡ് സ്റ്റോറേജ് ആയിട്ടാണ് അതിൻ്റെ ഹാർഡ് ഡിസ്ക് വരുന്നത്. മദർ ബോർഡ് ഡെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാറ്റ ലോസ് ആകാനുള്ള സാധ്യതയുണ്ട് ഈ മദർ ബോർഡുകളിൽ. കാരണം റിമൂവൽ ടൈപ്പ് SSD അല്ല അതിൽ വരുന്നത്. അപ്പോൾ ലാപ്ടോപ്പ് ഡെഡായി ലാപ്ടോപ്പ് ഏതെങ്കിലും കാരണവശാൽ ശരിയാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ ഡാറ്റ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ രണ്ട് മോഡലിൻ്റെ ഡാറ്റ റീട്രീവ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പാസ് ചെയ്യുന്നത്. ഇത് മാക്ബുക്കിൻ്റെ 1706 എന്ന് പറയുന്ന മോഡലിൻ്റെ മദർ ബോർഡാണ്. മാക്ബുക്ക് ഞാൻ എൻ്റെ മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മാക്ബുക്കിൻ്റെ പുതിയ മോഡലുകൾ 2016 തൊട്ട് ഉള്ള 1706, 1707, അതായത് മാക്ബുക്ക് ടച്ച് ബാർ ആദ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഈ രണ്ട് മോഡലുകളിലാണ് ആദ്യമേ ടച്ച് ബാർ വരുന്നത്. 13 ഇഞ്ച്, ഇത് 13 ഇഞ്ച് മോഡലിൻ്റെ മദർ ബോർഡാണ്. ഇതിൻ്റെ 1707 എന്ന് പറയുന്നത് 15 ഇഞ്ച് മോഡലാണ്. അപ്പോൾ ഈ മോഡലുകളിൽ ലാപ്ടോപ്പിൽ ഇതേപോലെ മദർ ബോർഡ് ഏതെങ്കിലും സാഹചര്യത്തിൽ ഡെഡായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ അതിലുണ്ടെന്നുണ്ടെങ്കിൽ ഡാറ്റ റീഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് മോഡലുകളിലും ആപ്പിൾ ഒരു അഡീഷണൽ പോർട്ട്, ഡാറ്റ റീഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡീഷണൽ, ഇതാണ് ആ പോർട്ട്, ഇതുപോലൊരു പോർട്ട് പ്രൊവൈഡ് ചെയ്തിരുന്നു. പിന്നീടുള്ള മോഡലുകളിൽ ആപ്പിൾ ഈ പോർട്ട് ഒഴിവാക്കി ഇതിനെ ലൈഫ് പോർട്ട് എന്നാണ് പറയുന്നത്. മദർ ബോർഡ് ഡെഡായി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോറേജിൻ്റെ സെക്ഷൻ, ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന സെക്ഷൻ ഓക്കെയാണ്, ഫങ്ഷനിങ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോർട്ടിൽ ഒരു സ്പെഷ്യൽ ടൂള്, ആപ്പിളിൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ ടൂളുണ്ട്. ആ ടൂൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ പോർഷനിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ഡയറക്റ്റ് അതിൽ നിന്ന് റീഡ് ചെയ്യാവുന്നതാണ്. അത് ഡാറ്റ ഡയറക്റ്റ് അതേപോലെ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഡാറ്റ മൈഗ്രേഷന്, കോപ്പി ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ 1706 1707 ഇതേപോലെ ആരുടെയെങ്കിലും കയ്യിൽ ഈ ഇമ്പോർട്ടൻ്റ് ഡാറ്റ ഉള്ള മദർ ബോർഡ് ഡെഡായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ റീട്രൈവ് ചെയ്ത് നമുക്ക് വേറൊരു മാക്ബുക്കിലോട്ട് ഡാറ്റ മൈഗ്രേറ്റ് ചെയ്യുകയോ ഡാറ്റ ഹാർഡ് ഡിസ്കിലോട്ട് കോപ്പി ചെയ്തെടുക്കുകയോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞങ്ങൾ ഇതിപ്പോൾ ഈ ഫെസിലിറ്റി ഇല്ലാത്ത മറ്റൊരു സർവീസ് സെൻ്ററുകൾക്ക് ഞങ്ങളിത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ടൂള് ആപ്പിളിൻ്റെ കോൺഫിഡൻഷ്യൽ ടൂളാണ്. ഇതാണ് ആ ടൂള്. ഈ ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡാറ്റ കോപ്പി ചെയ്യുന്നത്. അപ്പോൾ ഈ ടൂള് ഇല്ലാത്ത സർവീസ് സെൻ്ററുകാർ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ഡാറ്റ കോപ്പി ചെയ്ത് അവർക്കും കൊടുക്കുന്നതായിരിക്കും. നമ്മൾ ഈ ടൂള് ഈ പോർട്ടിലോട്ട്, ഈ കേബിള് ഈ പോർട്ടിലോട്ട് കണക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ കോപ്പി ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഞാനിപ്പോൾ ഈ മദർ ബോർഡിൽ ഈ ടൂള് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡയറക്റ്റ് ഈ മദർ ബോർഡിൽ നിന്ന് ഡയറക്റ്റ് ഈ ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡാറ്റ റീഡ് ചെയ്യുന്നത്. അത് ഡാറ്റ ഞാൻ ഈ മദർ ബോർഡ് ഇന്ന് ഏത് രീതിയിലാണ് ഡാറ്റ വരുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ടൂള് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ മാക്കിൻടോഷ് HD എന്ന് കാണിക്കുന്നത് ഈ ഡാമേജ് ആയിപ്പോയ മദർ ബോർഡിൻ്റെ യൂസറാണ് ഈ മാക്കിൻടോഷ് HD എന്ന് കാണിക്കുന്നത്. അതിലുള്ള കണ്ടൻ്റാണ് യൂസർ സിസ്റ്റം. ഇതിനകത്ത് ഫുൾ കണ്ടൻറ്റ്, ഇതൊരു 500 GB സ്റ്റോറേജ് ഉള്ള മദർ ബോർഡാണ്. അതിലുള്ള കംപ്ലീറ്റ് ഡാറ്റയാണ് ഈ കാണിക്കുന്നത്. നമുക്ക് ഇതേപോലെ 1706 1707 ഏതെങ്കിലും സാഹചര്യത്തിൽ മദർ ബോർഡ് ഡെഡായി ഡാറ്റ ഇമ്പോർട്ടൻ്റ് ആണ്, റീഡ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡാറ്റ പോലും നഷ്ടപ്പെടാതെ ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. നിലവിൽ 1706 1707 മാത്രമേ ഈ രീതിയിൽ ഡാറ്റ റീട്രൈവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഈ സർവീസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ദൂരെയുള്ള ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മദർ ബോർഡ് ഞങ്ങൾക്കിവിടെ അയച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിന്ന് ഡാറ്റ റീട്രൈവ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ച് അയച്ചു തരുന്നതായിരിക്കും. അത് ഓൾ ഇന്ത്യ എവിടെയാണെങ്കിലും നമുക്ക് ഓൾ ഇന്ത്യയിൽ നിന്ന് അയച്ചു തന്നു കഴിഞ്ഞാലും നമുക്ക് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. മാക്ബുക്കിൽ ഡാറ്റ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ഡിലീറ്റ് ആയി പോയതോ ഒക്കെ ഞങ്ങളിവിടെ റീട്രൈവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാക്ബുക്ക് റിമൂവൽ ടൈപ്പ് SSDയിൽ ഡാറ്റ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് ഡാറ്റ റീട്രൈവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആപ്പിൾ പ്രൊഡക്റ്റുകളുടെ റിപ്പയർ സംബന്ധമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.